ആ ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള ഒരു ലുക്കിൽ കണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇതേ ഈ ഒരു മീറ്റർ കൺസോൾ വന്നപ്പം ഷോക്കായിപ്പോയി. എന്നിരുന്നാലും അത് ഒരുപാട് ഗുണമുള്ള ഫീച്ചേഴ്സ്. പിന്നെ NS 200 കണ്ട ഒരു വലിയൊരു പോലെ ഒരു സ്മാർട്ട് കണക്റ്റും അതുപോലെ തന്നെ RPM മീറ്റർ ഇതേ പല കളറിൽ നമുക്ക് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് വണ്ടി എൻജിൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഒക്കെ നേരത്തെ എത്തുന്നുണ്ട് കേട്ടോ. അതായത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? ഇതേ ഇരിക്കുന്ന മുതലിനെ കണ്ട നമ്മുടെ NS 200 അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പം നിലവിൽ ഫ്രഷായിട്ട് ഇറങ്ങിയ മോഡലാണ് കേട്ടോ. അതായത് നമ്മൾ കുറേ നാളുകൊണ്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാധനമാണ് ഈ ഇരിക്കുന്ന മുതലെന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. പിന്നെ അത് വന്നതിന് ശേഷം അതിനെപ്പറ്റി വീണ്ടും പരാതി പറയുന്ന ആൾക്കാർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പേഴ്സണലി അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം എന്തെല്ലാം മാറ്റങ്ങളാണ് NS 200 വന്നത്, പവറിലും ടോർക്കിലൊക്കെ വ്യത്യാസമുണ്ടോ, എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ NS 200 അപ്ഡേറ്റഡ് വേരിയൻ്റാണ്. അതായത് 2012 ഇറങ്ങിയ ഈ ഒരു മോഡലിന് ഈ നിലവിൽ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ചേഞ്ചെങ്കിലും കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ഹെഡ് ലാമ്പ് LED ഒരു ഡൊമിനറിലൊക്കെ വരുന്ന പോലുള്ള ഉള്ളിലുള്ള ഒരു പാക്കഡ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഷേപ്പിലൊന്നും തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ കളറിലൊക്കെ കുറച്ച് ഗ്രാഫിക്സിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല നൈസായിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറ് നല്ല രീതിയിൽ ഈ വണ്ടിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ ബജാജ് കളറിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഒരു വൃത്തിയായിട്ട് ഡിസൈൻ ആക്കിയില്ല. നല്ല കിടിലൻ ഡിസൈൻ തന്നെയാണ് ഇപ്പം നിലവിൽ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ USB 4 നമുക്ക് അവിടെ കാണാം. 33mm USB 4 നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു മാറ്റം വന്നത് 300mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് 2012 ഇറങ്ങിയ ഈ ഒരു മോഡലിന് ഇതുവരെ ഇപ്പം വന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ 12 വർഷത്തിനിടയിൽ വന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ചിന്തിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ 12 വർഷം മുമ്പേ നമ്മുടെ മാർക്കറ്റിലുള്ള ബജാജിനെ ഒന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷം മുമ്പേ നമ്മുടെ മാർക്കറ്റുകളിൽ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെക്കാട്ടിലും പെർഫോമൻസും ലുക്കും അന്നത്തെ കാലത്ത് പീക്ക് ലെവലിൽ എത്തിച്ചൊരു വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയായിട്ടാണ് 2012 ഈ ഒരു വണ്ടി അന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഈ വണ്ടിക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴും സ്റ്റിൽ ഇതൊരു ഫ്രഷ് അല്ലെങ്കിൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലുക്ക് തന്നെ. ഇപ്പോൾ ഇറങ്ങുന്ന മറ്റുള്ള പല 200cc വണ്ടികളെക്കാട്ടിലും ലുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ ലുക്ക് തന്നെയാണ് നമ്മുടെ NS 200 വരുന്നത്. അല്ലെങ്കിൽ എൻജിൻ പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ 24.5 bhp അല്ലെന്നുണ്ടെങ്കിൽ 20 Nm അല്ലെങ്കിൽ 19.5 Nm ടോർക്കും ഡ്യൂക്ക് 200 അതേ സെയിം എൻജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീക്ക് ലെവലിൽ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ബജാജിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിന് മുകളിലോട്ടൊരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഒരു വണ്ടി വരേണ്ടതായിട്ട് ഇരിക്കുന്നു. സോ നമ്മുടെ NS 200 എന്ന് പറയുന്നത് എപ്പോഴും ഒരു എവർഗ്രീൻ ഹീറോ ആണ്. പിന്നെ പവറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഓൺ പേപ്പറിൽ നമുക്ക് ചെറിയൊരു കുറവൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഓടിക്കുന്ന സമയത്ത് നമുക്ക് പഴയ വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. LED ഹെഡ് ലാമ്പിനോടൊപ്പം നിലവിൽ LED ഇൻഡിക്കേറ്ററും കൂടെ അവർ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ പണ്ട് മുതലേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ബജാജ് LED കൊണ്ടുവരുന്നില്ല അവരുടെ NS 200 അതുപോലെ തന്നെ 220 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നിലവിൽ NS 200 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 220 കാര്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ NSന് അപ്ഡേഷൻ കൊണ്ടുവരുന്നില്ല, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലും വരുന്നില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കഴിഞ്ഞ വേരിയൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നില്ലെന്ന് പല ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ് പറഞ്ഞിരുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ, ആ രാത്രി കാണുന്ന ഒരു ഭംഗിയും അല്ലെങ്കിൽ RPM ഇങ്ങനെ അരച്ചങ്ങോട്ട് കയറുന്നതിൻ്റെ ഒരു രസമൊക്കെ, അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പം നിലവിൽ ഇത് മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ വീഡിയോയിൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് പോരാ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പം
ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇപ്പോൾ നിലവിലൊരു ന്യൂ ജെൻ ഡിസൈനൊക്കെ പോലെ തന്നെയാണ് നമുക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. RPM ആണെങ്കിലും സ്പീഡോ മീറ്റർ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലായി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ N250 കണ്ടതുപോലെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയിൽ വരുന്നില്ല. പിന്നെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഡിസ്റ്റൻസ് ടു MD, റിയൽ ടൈം ഫ്യൂൽ എക്കണോമി, ആവറേജ് സ്പീഡ്, അങ്ങനെയുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഴയ വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയെങ്കിലും സ്റ്റിൽ ഇതൊരു ബേസിക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് കണക്റ്റും അതുപോലെ തന്നെ RPM മീറ്റർ ഇതേ പല കളറിൽ നമുക്ക് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് വണ്ടി എൻജിൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചുവപ്പ് കളർ ഇങ്ങനെ കത്തിക്കിടക്കും, കണ്ടില്ലേ? അതെന്തൊക്കെയായാലും ഒരു കൂൾ ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പെട്രോൾ ഡിസ്കൊക്കെ മാറ്റി ഇപ്പം നിലവിൽ സാധാ നോർമൽ ഡൊമിനാറിലൊക്കെ വന്ന അതേ സെയിം ബ്രേക്കിങ് തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഗ്രാബ് റെയിൽ എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഗ്രാബ് റെയിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ ഒരു ടെയിൽ ടൈഡി കുറച്ചും കൂടെ നീളം കൂട്ടിയിട്ടുണ്ട്, ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് മാച്ച് ആവാനായിട്ടായിരിക്കാം. പിന്നെ നൈട്രോക്സ് മോണോഷോക്ക് സസ്പെൻഷനാണ്, 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത്. അതൊക്കെ അതിലൊന്നും തന്നെ ഒരു മാറ്റവും തന്നെ വന്നിട്ടില്ല. പിന്നെ സീറ്റ് ആണെങ്കിലും എല്ലാം തന്നെ റിമെയിൻ അൺചേഞ്ച്ഡ്. ഫോമിലൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാമായിരുന്നു എന്നെനിക്ക് തോന്നി, ബട്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ നൈസാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി, അല്ലെങ്കിൽ നല്ല പെയിൻറ്റ് ജോബാണ് കേട്ടോ വണ്ടിയിൽ വന്നിട്ടുള്ളത് ബജാജിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഗ്ലാസ്സൊക്കെ അതെ അന്നേ ലുക്കാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് ലുക്ക് ആക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം. പോലത്തെ സൗണ്ടാണ് ഇപ്പം നിലവിൽ. ഭയങ്കര റിഫൈൻഡായി കേട്ടോ. പക്ഷേ ഹയർ റെവിൽ ആളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും, അതൊക്കെ ഞാൻ പറയാം. എന്തായാലും നമുക്കിനിയിപ്പം വണ്ടി ഓടിക്കാൻ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് വീല് ലോക്കാവാതെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പ് വളരെ നൈസായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല ആൾക്കാരും കൊള്ളത്തില്ല എന്നൊക്കെ പറയാനായിട്ട് കേട്ടു, പക്ഷേ അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. ദിസ് ഈസ് ലുക്കിംഗ് അമേസിങ് മാൻ. പിന്നെ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വീലിൻ്റെ അലോയ് വീൽസിൻ്റെ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരധികം മാക്സിമം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ എടുത്തറിയുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡ് കൂൾഡ് ആയിട്ട് ഇത്രയും പവറും പെരിമീറ്റർ ഫ്രെയിമും ഡുവൽ ഡിസ്കും ഒക്കെ ആയിട്ട് വന്ന വണ്ടിയിൽ പിന്നീട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ABS എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ പടിപടിയായിട്ട് എന്തെങ്കിലും ബജാജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പീക്ക് ലെവലിലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരും അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസും കളറൊക്കെ വളരെയധികം കുറവാണ്. ആൾക്കാരെല്ലാവരും ഓൾറെഡി 12 വർഷത്തിനിടയിൽ NS200 എന്ന് പറഞ്ഞ വിപ്ലവത്തിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് മുകളിലോട്ടുള്ള വണ്ടികളാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ NS400 മെയ് 3 അതൊക്കെ നമുക്ക് എന്തെങ്കിലും പിന്നെ പറയാം. സോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം. ഓക്കെ, യെസ്, നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഓടിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വണ്ടികളിൽ സെൻറ്റർ സ്റ്റാൻഡ് വരുന്ന വണ്ടികളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പെർഫോമൻസ് വണ്ടികളിൽ സോ അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഈ ഒരു USD ഫോർക്കിനും കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അലോ വീൽസിൽ വന്ന റീവർക്ക്, അതായത് വെയിറ്റ് റിഡക്ഷനും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ്. സോ ഈ ഒരു കോക്പിറ്റ് വ്യൂ സത്യം പറഞ്ഞാൽ റിമെയിൻസ് വേറെ ഏതോ ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. NSൻ്റെ സൗണ്ടും ആ ഒരു കോക്പിറ്റ് വ്യൂ ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കൺസോൾ കൊള്ളാതെ ആയിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. വേണമെങ്കിൽ അവർക്ക് ആ ഒരു RPM മീറ്റർ നിലനിർത്തിയിട്ട് വേണമെങ്കിൽ ആ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ മാറ്റി എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബട്ട് ഇത് നമുക്കൊരു മോശമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അത്രയധികം ആ ഒരു അനലോഗ് മീറ്ററിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി. കാര്യം രാത്രിയൊക്കെ കാണാൻ പ്രത്യേക ഒരു രസമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു 6000 RPM എന്ന് പറയുന്ന ആ ഒരു മാർക്ക് നമ്മൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിട്ട് നമ്മളിത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ റവ്വിങ് ബൈക്കാണ്. അതായത് നമ്മൾ റവ് ഹാപ്പി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ എത്രത്തോളം റവ് ചെയ്യുന്നു അത്രത്തോളം വണ്ടി പുള്ള് ചെയ്യും എന്ന് വണ്ടി തന്നെ നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചൊരു മീറ്ററായിരുന്നു അത്.
6000 RPM എത്തുമ്പം കയറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിരുന്നാലും കണ്ട് ശീലമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം നമുക്ക് വണ്ടി ഒന്ന് വലിപ്പിച്ചെടുത്ത് പവർ ഒന്ന് നോക്കാം. കട്ട് ഓഫ് ഒക്കെ നേരത്തെ എത്തുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കാര്യം, NS200 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈസ് ആൻ ലെജൻഡറി മോട്ടോർ സൈക്കിൾ. ഈ എൻജിൻ അന്നത്തെ ഒരു പീക്ക് ലെവലിൽ പവർ കൊണ്ട് നിർത്തിയതാണ്. അതിനുശേഷം മറ്റുള്ള ബ്രാൻഡ് ആയിക്കോട്ടെ, ഏതൊരു വണ്ടി ആയിക്കോട്ടെ, ഓൺ പേപ്പറിൽ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സംഭവം ഡ്യൂക്കിൻ്റെ എൻജിനാണ്, ഡ്യൂക്കാണ് ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു വണ്ടി. എന്നിരുന്നാലും മറ്റുള്ള ബ്രാൻഡ്, ഇപ്പോൾ ഉദാഹരണം അപ്പാച്ചി 200 ആണെങ്കിലും എക്സ്പൾസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്രയും 12 വർഷമായിട്ടും സാധിച്ചിട്ടില്ല. കണ്ടില്ലേ വണ്ടി കയറുന്ന കയറ്റം കണ്ടില്ലേ ഗൈസ്? നമുക്ക് ആ ഒരു പഴയ BS4 അല്ലെങ്കിൽ BS3 ഒക്കെ വേറെ ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ നിൽക്കുന്ന വണ്ടികളുടെ ഒരു റോ ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ NSലൊന്നും തന്നെ വന്നിട്ടില്ല. ബിക്കോസ് ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, ഇത് BS6 ആണ്. പിന്നെ ഇതിൻ്റെ നോംസും കാര്യങ്ങളൊക്കെ മാറി മച്ച് സ്മൂത്തർ ആൻഡ് എഫിഷ്യൻ്റായി. അത്രമാത്രം എന്താ പറയണ്ടേ, റിഫൈൻഡ് ആയി എൻജിൻ. ഓരോ എമിഷൻ കഴിയുമ്പോഴും അത്രത്തോളം സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വാല്യൂവിലും പെർഫോമൻസിലൊക്കെ ഒരു മൈന്യൂട്ട് ഫീൽ ഡിഫറൻസ് വരും. ഇപ്പോഴും ഈ ഒരു വണ്ടി 5ാമത്തെ ഗിയറിൽ 80 മൈൽ സ്പീഡിൽ പോയിട്ട് അറിയാൻ പോലും ഇല്ല. അത്രമാത്രം അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുണ്ട് വണ്ടി. USD ഫോർക്കാണെങ്കിലും അലോയിൽ കൊണ്ടുവന്നിട്ട് ആ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ വണ്ടിയെ ബാധിച്ചിട്ടുണ്ട്. ഹാൻഡിലിങ്ങിലാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും. സോ നിങ്ങൾ ഈ വണ്ടി വാങ്ങണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഇതൊരു 200cc കിരീടം വെക്കാത്ത രാജാവ് തന്നെയാണ്. മൈലേജ് എത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് നമുക്കൊരു NSന് ഒരു 35, അങ്ങേയറ്റം ഒരു 40 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ആ ഒരു സൗണ്ട്, മോനെ ഒരു രക്ഷയില്ല കേട്ടാ. ഇതിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് കത്തിക്കയറി പോകുന്നൊരു രീതി നമുക്ക് അറിയാൻ സാധിക്കുക ഒരു 100 ശേഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീലാണ്. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ടോട്ടലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡൊമിനറിൽ വന്ന അതേ ഒരു സെയിം 300cc ആ ഒരു ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. പെട്രോൾ ഡിസ്ക് എന്തുകൊണ്ട് മാറ്റി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഡുവൽ ചാനൽ ABS ഉണ്ടെന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ NS200 കണ്ട ഒരു വലിയൊരു പോരായ്മയായിട്ടുള്ള ബ്രേക്ക് പൊങ്ങി നിൽക്കുന്ന പരിപാടി ഇപ്പോൾ നിലവിൽ കുറേയൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബ്രേക്ക് പാഡിങ്ങനെ പെട്ടെന്ന് തീരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പം നിലവിൽ അത് മാറിയിട്ടുണ്ടെങ്കിലും ബ്രേക്ക് കുറേ സ്പോഞ്ചിയായി. അതായത് ഭയങ്കര വലിയൊരു സോപ്പിംഗ് പവറോ കാര്യങ്ങളോ തന്നെ ഇല്ല. ജസ്റ്റ് ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം വെച്ചേക്കുന്നൊരു ബ്രേക്കായിട്ടാണ് എനിക്ക് ബാക്ക് ബ്രേക്കിനെ NS200 കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സസ്പെൻഷനൊക്കെ കുറച്ചൊന്ന് ടൈറ്റർ സൈഡിലാണ്. അത് കോർണറിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. എൻ്റെ മോനെ കണ്ടോ, ഇതാണ് NS200. ഇതാവണം NS200. ഓ മൈ ഗോഡ്. കണ്ടാ, ഹാർഡ് ഡൗൺ ഷിഫ്റ്റിൽ പോലും വണ്ടിയുടെ ആ ഒരു വീലോ കാരണം തന്നെ ലോക്കാവുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എന്തായാലും അക്രമങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഓടിക്കാൻ പോവുകയാണ്. പിന്നെ വൈബ്രേഷൻസ് റിഫൈൻമെൻറ്റിനെയൊക്കെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ N250 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. അതായത് റിഫൈൻഡ് അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം റിഫൈൻഡ് ആണ് വണ്ടിയുടെ എൻജിൻ. പിന്നെ നമ്മൾ ഹയർ വിലോക്കോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് വൈബ്രേഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബജാജിൻ്റെ വണ്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ എല്ലാ ഓയിൽ ചേഞ്ചിലും കറക്റ്റായിരിക്കുകയും ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം അല്ല 2 ലക്ഷം കിലോമീറ്റർ വേണമെങ്കിൽ ഈ വണ്ടി ലാസ്റ്റ് ചെയ്തോളും. കാര്യം നമ്മളത് കണ്ടിട്ടുള്ളതാണ് പല വീഡിയോസിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പല കൂട്ടുകാരന്മാരായിരിക്കുന്ന ബജാജിൻ്റെ വണ്ടികളുടെ ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹീറ്റിങ്
അല്ലെങ്കിൽ ഫാനൊക്കെ ഒന്ന് ഓൺ ആവാൻ വേണ്ടി നമ്മൾ കൊതിക്കുമായിരുന്നു ആ ഒരു റേഡിയേറ്റർ. പക്ഷേ ഇപ്പം നിലവിൽ ഇടയ്ക്കിടയ്ക്ക് ഓണായി കറക്റ്റായിട്ട് ആ ഒരു എഞ്ചിനെ തണുപ്പിക്കുന്നുണ്ട്. ഹീറ്റിങ് കാരണം തന്നെ കാലോട്ട് അങ്ങനെ അടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. പിന്നെ ഇപ്പം നിലവിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷത്തി സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഫോർ മണികളുടെ കൂട്ടത്തിൽ ഈ വണ്ടി എന്തായാലും വരും. ബിക്കോസ് ഇത് ബജാജാണ്, അത്രയൊന്നുമില്ല, അത്ര മികച്ച ഒരു ഗിയർ ബോക്സ് ഒന്നും തന്നെയല്ല. എന്നിരുന്നാൽ കുഴപ്പമില്ല, മോശമില്ലാത്തൊരു ഗിയർ ബോക്സാണ്. അത് അറിയാതെ ഇട്ട് കളിക്കുവാണെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് കുളവാനൊക്കെ ചാൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് NS200 ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കാര്യം എന്തോ ഭയങ്കര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു ഈ ഒരു വണ്ടിക്ക്. ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാകാം. കാര്യം ഒരു ബ്ലാക്ക് ഫിനിഷിങ് എന്തോ വണ്ടിക്കൊരു ഹോട്ട് സെക്സി ലുക്ക് തന്നെയാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു മീറ്ററിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. കാര്യം നമ്മുടെ NS200 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ഉദാഹരണം സഹിതം പറഞ്ഞുതരാം. ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ നല്ല ദൈവഭക്തിയായിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു സമയത്ത് ഒരു ഫാഷൻ അല്ലെങ്കിൽ മോഡലിംഗ് ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പുള്ളി എങ്ങനെ ആയിരിക്കും കാണുന്നത്, അവരെയൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ അർത്ഥത്തിലെടുക്കണ്ട, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്? അതുപോലെയാണ് സത്യം പറയാൻ എനിക്ക് ഇതിനെ തോന്നുന്നത്. ആ ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള ഒരു ലുക്കിൽ കണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇതേ ഈ ഒരു മീറ്റർ കൺസോൾ വന്നപ്പം ഷോക്കായിപ്പോയി. എന്നിരുന്നാലും ഇതിനകത്ത് ഒരുപാട് ഗുണമുള്ള ഫീച്ചേഴ്സ്, ഗിയർ ബോക്സിന് ഇൻഡിക്കേറ്റർ അടക്കം നാവിഗേഷൻ അടക്കം ഒത്തിരി കാര്യങ്ങൾ അത് വരുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് അപ്രീഷിയേറ്റബിൾ ടു ബജാജ്. കാര്യം കൊള്ളാം. സോ ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് NS എന്ന് പറയുന്നത് എവർഗ്രീൻ ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരൊക്കെ ഈ വണ്ടി എടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞ് ചളവാക്കുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും 10 വർഷത്തേക്കുള്ള ഒരു 18 തൊട്ട് ഒരു 23-24 വയസ്സ് വരെയുള്ള പിള്ളേരുടെ ഡ്രീം വണ്ടികളിൽ ഈ ഒരു വണ്ടി എന്തായാലും ഉൾപ്പെടും. അതിലൊരു യാതൊരു തർക്കവുമില്ല. NS ഈസ് ആൻ ചോക്ലേറ്റ് ബോയ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.